നമസ്കാരം, ഞാൻ ഡോക്ടർ സ്നോലിൻ ജോസൂസൻ, പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ENT ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ റെസിഡൻ്റായി വർക്ക് ചെയ്യുന്നു. മാർച്ച് 3 ലോക കേൾവി ദിനമായി ആചരിക്കപ്പെടുകയാണ്. 2025 ലോക കേൾവി ദിനത്തിൻ്റെ പ്രമേയം ലോകാരോഗ്യ സംഘടന മുൻപോട്ട് വച്ചിരിക്കുന്നത് എംപവർ യുവർ സെൽഫ് ടു മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് എ റിയാലിറ്റി ഫോർ ഓൾ. അതായത് നമ്മളുടെ ചെവി മറ്റേതൊരു അവയവത്തെയും പോലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കേൾവിക്കുറവ് എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയാണ് ഈ വർഷം ലോക കേൾവി ദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കേൾവിക്കുറവിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്നുള്ള ഉയർന്ന ശബ്ദം കേൾക്കുമ്പോൾ താൽക്കാലികമായ ഒരു കേൾവിക്കുറവ് നമ്മൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെവിക്ക് കേൾവിക്കുറവിനോടൊപ്പം ചെവിയിൽ മൂളൽ, തലവേദന, ചെവിയിൽ വേദന തുടങ്ങിയവയെല്ലാം അനുഭവപ്പെടാം. ശാശ്വതമായ ഒരു കേൾവിക്കുറവ് വരുമ്പോൾ സാധാരണയായി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. TV കേൾക്കാനുള്ള ബുദ്ധിമുട്ട്, ഫോണിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, രണ്ട് ശബ്ദങ്ങളെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, ഇവയെല്ലാമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. നിങ്ങൾക്ക് കേൾവിക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ENT ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വന്നാൽ വളരെ ലളിതമായ ഒരു കേൾവി പരിശോധനയിലൂടെ കേൾവിക്കുറവുണ്ടോ, എത്രത്തോളമുണ്ട്, ഏകദേശം എന്താണ് കാരണം എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടുക, ആവശ്യമാണെങ്കിൽ ശ്രവണ സഹായികൾ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുക. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സുഖമായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവയൊന്നും ചെയ്യാതെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഇവരെയെല്ലാം എങ്ങനെ നമ്മൾക്ക് പിന്തുണയ്ക്കാം, ഇവരെയെല്ലാം എങ്ങനെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാവട്ടെ ഈ ലോക കേൾവി ദിനത്തിലെ നമ്മളുടെ ചർച്ചാ വിഷയം.